ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചക്കേൻ്റെയും മാങ്ങേൻ്റെയും എല്ലാ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മളെ ചക്കേനെ തന്നെ അങ്ങ് എന്താക്കാം പരിചയപ്പെടുത്താം. മാങ്ങക്കാണ് ഞാൻ ആദ്യം മുൻഗണന കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒന്ന് മാങ്ങനെ സൈഡാക്കിയിട്ട് ചക്കേനെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ ഒരു സീസണിൽ ചക്കപ്പൊയ്ക്ക്, ചക്ക വറവ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആണ്. അപ്പം ഹെൽത്തി കുട്ടനായി ചക്കേൻ്റെ റെസിപ്പിയും ചക്കേൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. അപ്പം നമ്മളെ കാത്ത് വന്നിട്ട് ചക്ക വല്ലാണ്ട് ബോറടിച്ചിട്ടുള്ളത് ഇതെന്താ എന്നെ മുറിക്കാത്ത പറഞ്ഞിട്ട് അപ്പം ഞാൻ ചക്കേനെ ഒന്ന് നല്ലോണം ഒന്ന് തടവി ഇതിൻ്റെ തൂക്കയിലൊന്ന് നോക്കി അപ്പം നമുക്ക് പറ്റൂല, അതുകൊണ്ട് തന്നെ ഉപ്പ് മുറിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുവാളിന് പകരം ഈ ഒരു വലിയൊരു കത്തിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ മൂർച്ച കുറവാണ്, ഇതിനെ കൊണ്ടൊന്നും മുറിയുന്നില്ല. അപ്പം വേറൊരു കത്തി എടുത്തിട്ടാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ മുകളിലെല്ലാം വെളിഞ്ഞും പറ്റിയിട്ടുള്ളത്. ഈ ഒരു വെളിഞ്ഞെന്ന് പറഞ്ഞ സാധനം ആ ഒരു വെള്ള സാധനമാണ്. അത് കൈമലെല്ലാം പറ്റിയാൽ പോവുകയില്ല, പക്ഷേ പോവും കേട്ടോ. ആ മണ്ണെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ആക്കി കഴിഞ്ഞാൽ വേഗം പോവും. ഉപ്പ കടലാസ് എടുത്തിട്ട് ഒന്ന് തുടക്കുന്നുണ്ട്. കടലാസോ അല്ലെങ്കിൽ നമ്മുടെ ചേരിയുണ്ട്, ചേരി എന്ന് പറഞ്ഞത് തേങ്ങ ഉരിച്ചിട്ടുള്ള ചകരിയുണ്ട്, അത് ഒന്ന് തടവി കൊടുത്താൽ മതി. പണ്ടെല്ലാം അങ്ങനെയാ ചെയ്യല്. ഭരിക്കുകയല്ലേ ഇത്, മറ്റേത് പയ അല്ല, ഒന്ന് പയോ ഒന്ന് ഭരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്നാ പറയുന്നത് വരിക്കച്ചക്കയാണോ പൈഞ്ചക്കയാണോ എന്നാണ്. അപ്പം അപ്പുറത്തുള്ള വീട്ടിലുള്ള ഉസ്മാനിക്ക തന്നതാണ്. അപ്പം പൈഞ്ചക്കയാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വരിക്കാന്ന് തോന്നുന്നത്. ഇപ്പം രണ്ട് കൺഫ്യൂഷനിലാണ്. എന്തായാലും വേണ്ടില്ല, നമുക്ക് ചക്കപ്പൊയ്ക്ക് ഉണ്ടാക്കണം, അത്രയും പുതിയായിട്ടുള്ളത്. ചക്കേനെ പകുതിയാക്കിയിട്ട് വീണ്ടും പകുതിയാക്കിയിട്ട് ആ ഒരു നടുവിലുള്ള അത് പോക്കുന്നുണ്ട്. അതിനെന്നാ പറയുക, കുച്ചുന്നോ അങ്ങനെ എന്തോനാണ് പറയുക. അപ്പം വെളഞ്ഞിനെല്ലാം നന്നായിട്ട് പോക്കിയിട്ടുണ്ട്. വീണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വീണ്ടും വെളഞ്ഞിനുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ചകരി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കടലാസ് കൊണ്ടോ കളഞ്ഞാൽ മതി. കൈമലായി കഴിഞ്ഞാൽ പറ്റി പിടിക്കും, കുഴപ്പമൊന്നുമില്ല, അത് പോയിക്കോളും. ഉപ്പ് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് മക്കളും വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്ക ഈ പഴുക്കുന്നതിന് മുന്നേ എല്ലാം ഇങ്ങനെ എടുത്ത് തിന്നാൻ. അത് വെറുതെ അല്ല, ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ ശീലിച്ചതാണ്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ. ചുട്ടയിലെ ശീലം എന്ന് വെച്ചാൽ കറക്റ്റാണ്. ഈ ചുടല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ തെറ്റാണോന്നും അറിയില്ല. അപ്പം അതിൻ്റെ ബാക്കി എന്താണെന്ന് എനിക്ക് അത്ര അറിഞ്ഞൂടാ. അപ്പം ഇതും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ. ഇത് ഒരുവിധം മൂത്ത ചക്കയാണ് കേട്ടോ. ഈ മൂത്ത ചക്കയാണ് നമ്മൾ ചക്കപ്പൊയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കൽ. ഈ ചക്കപ്പൊയ്ക്ക് ഉണ്ടാക്കുന്ന ടൈമിന് ഇപ്പം ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മളെ നാട്ടിൽ പണ്ടെല്ലാം ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങട്ടേലും ഇങ്ങട്ടേലുള്ള എല്ലാവരും വരും കേട്ടോ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാലോ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ, എല്ലാവർക്കും വിതരണം ചെയ്യും. അത് പ്രത്യേക ഒരു രസം തന്നെയാണ് അങ്ങനെ ഷെയർ ചെയ്യുന്നത്. അത് പണ്ട് മുതലേ അത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കും അങ്ങനെ തന്നെ തോന്നും. ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ തോന്നൂല, അങ്ങട്ടേലും ഇങ്ങട്ടെല്ലാം കൊടുക്കാം, പിന്നെ നമ്മളെ ഉമ്മാർക്കെല്ലാം കൊടുക്കാമെന്ന് തോന്നും. കാരണം ഉണ്ടല്ലോ, പണ്ടെല്ലാം ഇത് കുറേ ഉണ്ടാക്കിയതാണ്. നമ്മളെപ്പോലെ ഒന്നുമില്ല, അത്രക്കും സ്പീഡിലാണ് ഉണ്ടാക്കുക. എത്ര പെട്ടെന്നാണെന്ന് അറിയോ ചക്കയും കുരുവെല്ലാം കളഞ്ഞിട്ട് ഇത് വേഗം ഉണ്ടാക്കിയെടുക്കൽ. പക്ഷേ ഇതെല്ലാം നമുക്ക് ഭയങ്കര ഒരു പണിയായിട്ടാണ് തോന്നുന്നത്. കാരണം അത് നമ്മൾ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇനി വിളഞ്ഞിനുണ്ടല്ലോ അയലത്ത് പോലും വരൂല, അത്രക്കും ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. സത്യം പറയാലോ, ഇപ്പൊ UAE-ലും ചക്കയും മാങ്ങയും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ മേടിക്കലൊന്നും ഇല്ല കേട്ടാ. എപ്പോഴെങ്കിലും ഒരു പൂതി വരുന്ന സമയത്ത് ചെറിയൊരു പീസ് മേടിക്കും. അല്ലാണ്ട് ഇത്രയും വലിയ ചക്കയൊന്നും നമുക്ക് മേടിക്കണമെന്നും ആവൂല, നല്ലൊരു എമൗണ്ട് ആവും. ഇന്ന് ഞാൻ ഒറ്റക്കാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അമ്മന് ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. ചക്ക ഓരോന്ന് എടുത്തിട്ട് അത് വേറൊരു ബൗളിലേക്ക് ഇട്ടുതരും. ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ചക്കയും കുരുവും വേർതിരിച്ച് ഇടുകയും ചെയ്യാം. അത് വേഗം കട്ട് ചെയ്തെടുക്കാനും പറ്റും. കാരണം ഒരു വലിയ ചക്ക തന്നെയാണ്, ചെറുതാണെങ്കിൽ കുഴപ്പമില്ല. 2 ദിവസം മുന്നേ ഞാൻ പകുതി ചക്ക കിട്ടിയിട്ടുണ്ടേനും ഉമ്മാന്റെ എഴുത്തിന്റെ വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ അതിനെ കൊണ്ട് ചക്കപ്പൊയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടേനും. പക്ഷേ അത് നെയ്യും ഇറച്ചിയൊന്നും ഇടാണ്ട് പ്ലെയിൻ ആയിട്ട് ആക്കിയതാണ്. അതും തീർന്നു പോയിട്ടുണ്ടേനും. മക്കൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഓർക്ക് ചക്ക ഈ പാൽക്കപ്പയും കേങ്ങും അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പെരുന്നാൾക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നെയ്യും ഇറച്ചിയും എല്ലാം ഉണ്ട് കേട്ടോ. മിക്സ് ആയിട്ട് നമുക്ക് ബീഫ് എന്തായാലും കുറച്ച് കൂടുതൽ തന്നെ കിട്ടും. ഈ ചക്കപ്പൊയ്ക്കിൽ ബീഫാണ് കൂടുതലായിട്ട് എല്ലാവരും ഇടുന്ന കാണല്. ബീഫിന്റെ നെയ്യും ഇറച്ചിയും അത് മാത്രമല്ല അതിന്റെ എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ് അതിലിടുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ നെയ്യിട്ട കേങ്ങ് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അത് നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മളെ മക്കൾക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഏത് ഫുഡും പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ മക്കളും അത് അനുസരിച്ചിട്ട് കഴിച്ചോളും. അമ്മന് പറയുന്നുണ്ട് ഇതിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് പാടാണെന്ന്. കാരണം അത് ചേണിയും എല്ലാം കൂടി മിക്സ് ആയിട്ട് ജോയിൻ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്. പഴുത്ത് കഴിഞ്ഞാൽ വേഗം ഇങ്ങ് വന്ന് കിട്ടും, അത് കുഴപ്പമൊന്നുമില്ല.
എല്ലാ ചക്കയില്ല കേട്ടോ, ചില ചക്കകൾ അത് പലതരത്തിലുണ്ടാകും. തേൻ വരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഴുത്ത ചക്കയായിരിക്കും, അത് ഭയങ്കര ഒരു മധുരമായിരിക്കും. പണ്ടെല്ലാം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെ തറവാട്ടിലെ പറമ്പിൽ തന്നെ ചക്ക ഉണ്ടാവും, കുറേ ഉണ്ടാവും കേട്ടോ. അപ്പം അത് പറിച്ചിട്ട് അപ്പുറമുള്ള വീട്ടിലും അതുപോലെ കുടുംബക്കാർക്കെല്ലാം കൊണ്ടു കൊടുക്കും. എല്ലായിടത്തും ചക്ക ഉണ്ടാവണമെന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെയെല്ലാം ചെയ്യല. അപ്പം ചക്കേനെയും കുരുവിനെയും വേർതിരിച്ചിട്ട് ഈ ഒരു ചക്ക ഞാൻ രണ്ടായിട്ട് മുറിച്ചിടുന്നുണ്ട്. ചെറുതായിട്ടൊന്നും മുറിച്ചിണ്ട, കാരണം കുക്കറിൽ ഇട്ടിട്ട് വേവിച്ച് എടുക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, കാരണം കുറച്ച് പേരുണ്ടായി കഴിഞ്ഞാൽ തന്നെ വേഗം മുറിച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം പണിയൊന്നുമില്ല, കുറേ മസാലകളോ അങ്ങനെ ഒന്നും വേണ്ടയില്ല. അത്രയ്ക്ക് ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പം ഈ ഒരു സീസൺ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോലത്തെ ആൾക്കാരാണ്, അതായത് 90s എന്ന് പറയാം. ആ ടൈമിന് മൊബൈലൊന്നും ഉണ്ടാവില്ല, വീട്ടിൽ ലാൻഡ് ഫോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അധികവും മാങ്ങേൻ്റെ ചോട്ടിൽ തന്നെ ഉണ്ടാവുക. തറവാടിൻ്റെ തൊട്ടപ്പുറത്ത് കടുക്കാച്ചി മരമുണ്ട്, അത് നല്ല ടേസ്റ്റുമാണ്, നല്ല മധുരവുമാണ്, കുഞ്ഞിയാണ്. ഓരോ മാങ്ങക്ക് ചുറ്റും കുറേ കവുങ്ങിൻ്റെ മരങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോ കവുങ്ങിൻ്റെ മരം ഓരോരുത്തർ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ എറിയും കേട്ടോ കല്ലുകൊണ്ട്. അപ്പം കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് മാങ്ങ വീണതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓടും. അപ്പം ഇങ്ങപ്പുറത്തെ സൈഡിൽ നിന്ന് മാങ്ങ വീണ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് ഞാനും ചെയ്തതിന്. പക്ഷെങ്കിലുണ്ടല്ലോ ഒരുത്തന്നെ തലയിൽ വീണു, പിന്നെ എന്നെ കാണാനേ ഉണ്ടായിട്ടില്ല, എവിടെയാ ഒളിച്ചതെന്ന് അറിയില്ല. അന്നത്തോടെ ആ കല്ലുകൊണ്ട് എറിയൽ അവിടെ തന്നെ അവസാനിപ്പിച്ചു. കാരണം പിന്നീട് അങ്ങനെ ഒരു പുതിയ വന്നിട്ടില്ല. അങ്ങനെ ചക്കയെല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവൻ്റെ പണി കഴിഞ്ഞിട്ട് ഓൻ പോയിട്ടുണ്ട്. അപ്പോൾ ചക്കയെല്ലാം ഞാൻ പകുതിയാക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി കുരുവും കൂടി ഇതിൽ മിക്സ് ആക്കണം, എന്നാലാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഏറ്റവും വലിയ ടാസ്ക് ആണ് ഈ ഒരു കുരു ചുണങ്ങൽ എന്ന് പറയല്. കാരണം ഊരുന്ന കുരു ഉണ്ടാവും, ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കത് കിട്ടൂല. പിന്നെ അത് വെള്ളത്തിലെല്ലാം ഇട്ട് കഴുകിയിട്ടെല്ലാണ് നമ്മൾ എടുക്കല്. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ, ഈ ഒരു കുരു ഡ്രൈ ആണ്. പക്ഷെ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, എല്ലേ തന്നെ ടൈം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുരുക്കളെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇത് കുറേ എടുത്തു കഴിഞ്ഞാൽ സമയം പോകും, അതുകൊണ്ട് ആ ഒരു പണിക്ക് നിൽക്കുന്നില്ല. ഇതിൽ മിക്സാക്കി എടുക്കേണ്ടതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ മാത്രമല്ല ഈ ചക്കേൻ്റെ ഒപ്പരമുള്ള കുരു കുറേയെല്ലാം ചള്ളാണ്. ചള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ്, അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ ക്യാൻസലാക്കുന്നുണ്ട്. നമുക്ക് ഈ കുരുവിനെ കൊണ്ട് ഉണ്ടയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുരു ഉണ്ട അത് ഭയങ്കര ടേസ്റ്റാണ്. ഇതെല്ലാം ഉമ്മാൻ്റെ റെസിപ്പിയാണ്. കുരു ബാക്കി ഉണ്ടെങ്കിൽ ഉമ്മയും ഉമ്മാമ എല്ലാം കുരു വേവിച്ചെടുത്തിട്ട് ഉരളിലിട്ടും, ഉരളിന്ന് വായിൽ കിട്ടുന്നേ ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ അമ്മിയെല്ലാം ഇറക്കുന്നില്ലേ, അമ്മിയും ഇപ്പം ഇല്ല, മിക്സിയാണ്. അപ്പോൾ അമ്മിക്കും പകരം ഉരളാണ് ആദ്യമെല്ലാം നമ്മൾ ചതുക്കാനെല്ലാം എടുക്കൽ. അപ്പോൾ ഉരളിലിട്ടിട്ട് പിന്നെ നമ്മൾ വെല്ലോ അല്ലെങ്കിൽ തേങ്ങയും എല്ലാം മിക്സാക്കിയിട്ട് ഉണ്ടയാക്കി എടുക്കും. അത് ഭയങ്കര ടേസ്റ്റാണ്. അത് വലിയ ഉണ്ടയുണ്ടാവും, ചെറിയ ഉണ്ടയുണ്ടാവും. നമ്മൾ ചെറിയ ഉണ്ടയായിട്ടാണ് കഴിക്കൽ. ഇനി ഈ ചക്കേനെല്ലാം ഞാൻ ഓട്ടയുള്ള അരിപ്പയിൽ ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കഴുകണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ചക്ക പകുത്തിട്ട് കഴിക്കുന്ന സമയത്ത് കഴുകലൊന്നുമില്ല, അങ്ങനെ തന്നെ എടുത്ത് കഴിക്കലാണ്. പിന്നെ ഈ പഴുപ്പ് കുറഞ്ഞ ചക്ക എന്തിനാ കഴുകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഉമ്മ പറഞ്ഞതാണ് അത് കഴുകണം എന്നുള്ളത്. ഉമ്മാൻ്റെ വാക്ക് നമ്മൾ ധിക്കരിക്കാറല്ലോ, അതുകൊണ്ട് കഴുകി എടുക്കുന്നതാണ്. അപ്പോൾ കഴുകിയിട്ട് ഈ ഒരു വലിയൊരു കുക്കറാണിത്, 10 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഈ ഒരു കുക്കറില്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയാണ്. അല്ലെങ്കിൽ ഞാൻ ചെമ്പിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടി വരും, കുറേ ടൈം പോവും. കുക്കറിലാകുമ്പോൾ വേഗം വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുക്കർ എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചക്ക മൊത്തത്തിൽ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. പക്ഷേ ഇത് ഞാൻ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ചക്ക തന്നവരുണ്ടല്ലോ, ഓർക്കും കൊടുക്കണം. കറക്റ്റ് അളവാണ് കേട്ടോ. ഇതിൽ കൂടുതൽ ചക്ക എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ കൊള്ളണമെന്നില്ല. കറക്റ്റാണ്. ചക്കേൻ്റെ കുരു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ മാത്രമേ വേണ്ടുള്ളൂ, വേറെ ഒന്നും ഇടണമെന്നില്ല. പിന്നെ കുറച്ച് ഒരു 2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം, 3 കപ്പ് ഒഴിച്ചു കൊടുക്കാം. കാരണം ലൂസായാലൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ലാസ്റ്റ് അത് മിക്സാക്കി എടുക്കുന്നതാണ്. അലിസയെല്ലാം പോലെ ഉണ്ടാവും കേട്ടോ ഇത്. അതുപോലെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഏകദേശം അളവിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അളക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഒരു 1.5-2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കല്ലുപ്പേനുള്ളത്, അതുകൊണ്ട് പൊടിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്നതിൻ്റെയൊക്കെ പൊടിയുപ്പ് വാങ്ങിച്ചിട്ടില്ല. ഇതിലേക്ക് 3 പച്ചമുളക് ഞാൻ നീളത്തിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ, അതിൽ കൂടണ്ട. എൻ്റെ കുക്കർ വേഗം വിസിൽ വരും. ചിലത് കുറച്ച് ലേറ്റായിട്ട് വരുന്നതാണെങ്കിൽ 2 വിസിൽ അല്ലെ 3 വിസിൽ മതിയായിരിക്കും. അപ്പം ഞാൻ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. ബീഫ് ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ലാസ്റ്റ് വെന്ത് കഴിഞ്ഞാലാണ് ഞാൻ ഈ ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബീഫിൻ്റെ അളവ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം നമുക്ക് കിട്ടിയ ബീഫാണ്. ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും കേട്ടോ. അതിൽ
നെയ്യും എല്ലും പിന്നെ ഒരു ശ്വാസകോശം സ്പോഞ്ച് പോലെയാന്ന് പറയൂലേ, അത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ ഇറച്ചി അങ്ങനെയുള്ള പീസെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട്. ഈ ഒരു മസാല മാത്രം മതി. ചിലർ മഞ്ഞൾ മാത്രമേ ഇടുള്ളൂ, വേറൊന്നും ചെയ്യൂല. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആവട്ടെ ബീഫ് വേവേന്. ചില ബീഫ് കുറേ ടൈം എടുക്കും, ചിലത് വേഗം വേവും. ഇളം ബീഫെല്ലാണെങ്കിൽ വേഗം വെന്ത് കിട്ടും. ഇത് കുറച്ച് മൂപ്പുള്ളതാണെന്നാണ് തോന്നുന്നത്. ഇനി അതിനുശേഷം ഞാൻ കഞ്ഞി വെക്കാൻ പോവാണ്. ബ്രോക്കൺ മട്ട റൈസ്, അതായത് പൊടിയരി കഞ്ഞീൻ്റെ അരി, മട്ടയില്ല കേട്ടോ, ബ്രോക്കൺ റൈസ് ആണ്. അപ്പം ഈ ഒരു പൊടിയായിട്ടുള്ള കഞ്ഞി നമ്മൾ വെക്കാൻ പോവാണ്. ഇത് ഞാൻ ആദ്യമാണെങ്കിൽ മട്ട റൈസ് കിട്ടിയിട്ട് പൊടിക്കലേനും, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, നല്ല പൊടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഈ ഒരു കഞ്ഞി തേങ്ങാപ്പാലെല്ലാം പാർന്ന് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കഞ്ഞി ഞാനുണ്ടല്ലോ കുക്കറിലാണ് വെക്കല്, പക്ഷേ കുക്കർ ഫ്രീ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. തേങ്ങ ഒരിക്കൽ ഉദ്ഘാടനം അമ്മൻ ചെയ്തിട്ടുണ്ട്, ബാക്കി പ്രോസസ്സ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 തേങ്ങയാണ് ഉരിച്ചിട്ടുള്ളത്. ഇതിന് പാരാന്നാണ് കേട്ടോ പറയുക ഈ തേങ്ങ ഉരിക്കുന്ന സാധനത്തിന്. അപ്പം ഈ ഒരു തേങ്ങ ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, അരമുറി തേങ്ങ ബാലൻസ് വെച്ചിട്ടുണ്ട്. അത് കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ്. കഞ്ഞിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇനി തേങ്ങ ഞാൻ നന്നായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ആ ഒരു തേങ്ങ മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒതുക്കിയെടുക്കണം. ഈ ഒരു തേങ്ങയാണ് നമ്മുടെ മെയിൻ ഘടകം. ഇതിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 5-10 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ കുഞ്ഞിപ്പത്തിലും നെയ്പ്പത്തിലും ഉണ്ടാക്കുമ്പം തേങ്ങ ഒതുക്കൂലേ, അതുപോലെ തന്നെയാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി പോവണ്ട, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരക്കുമെന്ന് അറിയില്ലേ, അതുപോലെ അരച്ചെടുക്കണം. പറഞ്ഞു തീർന്നിക്കില്ല, അതിന് മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടണം. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പരിപാടി എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒന്നാക്കി എടുക്കലാണ്. നമുക്ക് ചക്ക വെന്തുക്കോ നോക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കുക്കർ ഫുള്ളായിട്ട് ചക്ക ഇട്ടിട്ടുണ്ടേനും. ഇപ്പം ഈ ഒരു 3/4 ഭാഗത്തോളം ചക്ക ഉണ്ട്. ഇനി നമുക്കെന്താ വേണ്ടത്, ഇതെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒട്ടും ചക്കേൻ്റെ ഈ ഒരു പീസൊന്നും കാണാനേ പാടില്ല. ഇതിലേക്ക് ഞാൻ തേങ്ങേൻ്റെ മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. പണ്ടെല്ലാം ഉമ്മാമൽ ഉണ്ടാക്കുമ്പോൾ വലിയൊരു ചെമ്പിൽ ഉണ്ടാക്കും. എന്നിട്ട് മദ് എന്ന് പറയുന്ന സാധനമുണ്ട്, മദ്ദാണോ മന്താണോ എന്നറിയില്ല, ആ ഒരു സ്പൂണാണത്. നല്ലൊരു പമ്പരം പോലെയുള്ള അടിയിൽ തിരുപ്പം പോലെ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കും. അടുപ്പത്തുനിന്ന് ചൂടാലെ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പം വേഗം നമുക്ക് അടിഞ്ഞു കിട്ടും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടല്ലാണെങ്കിൽ ഒന്ന് ഉറച്ച് പോവും. അതുകൊണ്ട് തന്നെ ചൂടാലെ ഇളക്കിയെടുക്കലാണ് നല്ലത്. പണ്ടെല്ലാണെങ്കിൽ ചുമൻ്റെ അരുവിൽ വെക്കും, എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് കാലുമേൽ ചവിട്ടിയിട്ട് ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് മന്ത് കൊണ്ട് ഇളക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കൽ. മോരെല്ലാം കടയാൻ വേണ്ടിയിട്ട് പണ്ടുള്ളവർ അങ്ങനത്തെ ഉപയോഗിക്കൽ. അത് വേഗം നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പൊട്ടറ്റോ സ്മാഷറെല്ലാം ഉപയോഗിക്കുന്നില്ലേ, അതിൻ്റെ ഒരു ഒറിജിനൽ വേർഷനാണത്. ഞാൻ നെയ്യ് ഇടാണ്ട് ഇറച്ചി ഇടാണ്ട് ഉമ്മാക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കുറേ നേരം ഞാൻ ഇളക്കിയിട്ട് പറ്റാണ്ടാകുമ്പം അമ്മനെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പണിയെല്ലാം എടുക്കുമ്പം ഓൻ എൻ്റെ അരിയെ തന്നെ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഹെൽപ്പെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ആദ്യത്തിലേക്കാട്ടും കൂടുതൽ ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറും എല്ലാം മാറി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ മക്കൾ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. എന്തെന്നാ ഉണ്ടാക്കുന്നത്, ഞാൻ ഹെൽപ്പ് ചെയ്യണോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് വരും. ഇതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓനൊന്നും നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്തായാലും ഉപ്പ് കുറവായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് പറയുള്ളൂ. ഇനി ലാസ്റ്റ് പ്രോസസ്സാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. അതിലേക്ക് ഞാൻ വറ്റൽമുളക്, ചുവന്ന കായ്മുളകില്ലേ, അതും ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില, ഇത് നമ്മുടെ പറമ്പിലുള്ള കറിവേപ്പിലയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇട്ട് കൊടുക്കണമെന്നില്ല. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി മൂപ്പിച്ചിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ആദ്യം ചെറിയുള്ളി ഇട്ടിട്ട് പിന്നെ വറ്റൽമുളക് ഇടുക, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. ഇതിങ്ങ് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരു മണവും എല്ലാം ഇങ്ങ് കിട്ടും.
അങ്ങനെ നമ്മളെ ചക്ക സ്പെഷ്യൽ ചക്കപ്പോയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ബീഫ് ഇട്ടിട്ടുള്ള കിഡിലനാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പം എന്തായാലും ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ചൂടാലെ കഴിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. തണിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായി കിട്ടും. ഇതിപ്പം കുറച്ചും കൂടി ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ. ഇനി കഞ്ഞിയാണ്, കഞ്ഞി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കിത് ഉച്ചക്കത്തെ ലഞ്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്. പക്ഷേ ടൈം കാരണം ഇത് വൈകുന്നേരം ആയിട്ടുണ്ട്. ഉച്ചക്ക് കഞ്ഞിയും പുഴുക്കും ഭയങ്കര കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ ഞാനൊരു കിടിലൻ ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചാറില്ലാത്തതുകൊണ്ട് അച്ചാറിന് പകരം തൊട്ടുകൂട്ടാൻ ഉണ്ടാക്കിയതാണ്. കഞ്ഞീൻ്റെ കൂടെ വെറും അച്ചാർ ഉണ്ടായാൽ തന്നെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തൊട്ടുകൂട്ടാൻ അച്ചാറുണ്ടെങ്കിൽ കഞ്ഞി എത്ര വേണമെങ്കിലും മക്കൾ കുടിച്ചോളും, ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല പൊടിയരി കഞ്ഞിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ടയില്ല. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചക്കപ്പോയ്ക്ക്. ഈ ഒരു റെസിപ്പി അധികം ആൾക്കാരും ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷെങ്കിൽ അറിയാത്ത ബിഗിന്നേഴ്സായ ആൾക്കാരെല്ലാം ഉണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ സ്ഥലത്തുള്ള ആൾക്കാർക്കും അറിയണമെന്നില്ല, ഓരോരോ സ്ഥലത്തുള്ള ഫുഡ് വ്യത്യസ്തമായിരിക്കും, രുചിയുള്ളതായിരിക്കും. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ചക്കേൻ്റെ വേറെയും റെസിപ്പീസ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആ ഒരു വലിയ ചക്കേനെ കൊണ്ട് ഇത് മാത്രമല്ല കുറച്ച് കുക്കറിൽ ബാക്കിയുണ്ട് കേട്ടോ. ഫുൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് വേസ്റ്റ് ആയി പോകും. അങ്ങനെ ടേബിളിലേക്ക് നമ്മുടെ മുഖ്യ അതിഥിനെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്, അതായത് നമ്മളെ ചക്കപ്പോയ്ക്ക്. ഇനി രണ്ടാമത്തെ മുഖ്യ അതിഥിനെയും വെക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ അതിഥിനെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ചെറിയൊരു മിക്സിൻ്റെ ജാറിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉമ്മാമ്മനോട് ചോദിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് ടൈം എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇതുവരെ ഒറ്റക്ക് ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ. ആ ഒരു രുചി നാവൊന്നും പോകുന്നില്ല എന്ന് പറയൂലേ, അതുപോലെ എനിക്ക് ഓർമ്മ വന്നിട്ട് വിളിച്ചോക്കിയതാണ്. അപ്പോൾ ഇതിൽ വെറും മുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്, കുറച്ച് വെള്ളവും ചേർത്തിട്ട്. എന്നിട്ട് ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം മുളകെല്ലാം എന്ന്, പക്ഷേ ഇത് പ്ലെയിൻ ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് കൈ കൊണ്ട് മിക്സാക്കി എടുക്കണം. അതിൽ വെളുത്തുള്ളീൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്. പിന്നെ ഉമ്മാമ ഇത്ര മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ, പക്ഷേ ഇതിൽ കൂടുതൽ ഞാൻ കുറച്ച് വിനേഗർ, അതായത് സുറുക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് അത്രേ വേണ്ടുള്ളൂ. അത് ഒരു പുളി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെയും ഞാൻ ഉമ്മാമ്മനോട് ചോദിച്ചിട്ടുണ്ട് ഇനി വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണോ, പക്ഷേ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ കുറച്ച് വിനേഗർ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇതുണ്ടല്ലോ, മിക്സാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മിക്സ് ആക്കുമ്പം. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കാസ്ട്രോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നമുക്ക് ചക്ക തന്നില്ലേ ആ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നതാണ്. ഇനി ഒറ്റയ്ക്ക് ചക്കേൻ്റെ പണിക്ക് ഒരിക്കലും ഞാൻ നിൽക്കില്ല, കാരണം എന്തായാലും അത് റിസ്ക് ആണ്. വേഗം ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കൂല. എന്തായാലും നിങ്ങൾ കണ്ട പോലെ തന്നെ പ്രോസസ്സ് ഉണ്ട്, അല്ലാണ്ടൊന്നും ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റൂല. ഇങ്ങനെ ഇരിഞ്ഞിട്ടിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആരും നമുക്ക് തരുമൊന്നുമില്ല. പക്ഷേ ഇത് എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. പതിയെ നമുക്കിത് ഉണ്ടാക്കി ശീലമായി കഴിഞ്ഞാലേ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരു ചലഞ്ചായിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, അല്ലാണ്ട് ഇത് ഞാൻ കുറേ കാലമായിട്ട് ഉണ്ടാക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടേനും അത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യത്തെ ട്രൈ ആണെങ്കിലും മക്കൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഇറച്ചി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല, നമുക്കങ്ങനെ കിട്ടലില്ല, ബീഫും നെയ്യും എല്ലാം മിക്സായിട്ട്. പക്ഷേങ്കിൽ ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് മസ്റ്റാണ് ഈ ഒരു ഇങ്ങനത്തെ ഫുഡിനെല്ലാം കട്ടൻ ചായ കഴിക്കലല്ല കേട്ടോ, കുടിക്കൽ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ ഇതുപോലത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് മാങ്ങേൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കാന്ന് പറയൂലേ, അതുപോലെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും. ചക്ക വിശേഷങ്ങളും ചക്കേൻ്റെ റെസിപ്പി ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും, അസ്സലാമ.